പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ യേശുനാഥൻ അനുവദിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിളക്കന്നൂർ എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർ ഈ ആ സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഈശോയുടെ തിരുമുഖത്തെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഒരച്ഛൻ ഒരു മനോഹരമായ പാട്ടും എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ട് കാണും. വിളക്കന്നോറിടവകയിൽ വെളിപ്പെടുത്തി ദൈവം എന്നും പറഞ്ഞിട്ടൊരു പാട്ടും കേട്ടു. നല്ല പാട്ട് തന്നെ. അപ്പോൾ നമുക്ക് ആ അച്ഛനോട് തന്നെ പറയാം, നമുക്കൊരു കാര്യം കൂടെ പറയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ എറണാകുളം അങ്കമാലി രൂപതയിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചും കൂടെ ഒരു പാട്ട് എഴുതാമോ എന്ന് നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ അങ്കമാലി രൂപതയിൽ നടക്കുന്നു അടിപിടികൾ, യേശുവതും കൂടെയൊന്ന് വെളിപ്പെടുത്താമോ. ഞാനിത് തമാശ രൂപത്തിൽ പറഞ്ഞാണെങ്കിലും സത്യമാണ് കേട്ടോ പ്രിയ സഹോദരനെ. യേശുവിൻ്റെ മുഖം, കരഞ്ഞുകൊണ്ടുള്ള മുഖം വിളക്കന്നൂർ നമ്മളത് കണ്ടെങ്കിൽ, നമ്മളെ കുറേ പേര് കണ്ടല്ലോ, ലോകം മുഴുവൻ കണ്ടു. ഇപ്പോൾ അതേപോലെ തന്നെ വേറൊരു സംഭവം, കർത്താവ് കരയുന്നതിൻ്റെ കാരണം, കർത്താവിൻ്റെ ക്രൂശി എറണാകുളം അങ്കമാലി രൂപതയിൽ ഇപ്പോൾ പുതിയ മുൾമടിയും പുതിയ ആണിയും പുതിയ കുരിശും എല്ലാം കൊണ്ടുവന്ന് ശക്തമായിട്ട് അടിച്ച് തറയ്ക്കുകയാണ് കർത്താവിനെ. അന്ന് യഹൂദന്മാർ 3 ആണിയിലാണ് തറച്ചതെങ്കിൽ ഇന്ന് 30 ലക്ഷം 3 കോടി കോടിക്കണക്കിന് ആണികളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്കും കൈകളിലേക്കും ആത്മാവിലേക്കും ഇന്ന് എറണാകുളം അങ്കമാലി രൂപതയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരും പ്രിയപ്പെട്ട മെത്രാന്മാരും പ്രിയപ്പെട്ട കർദിനാൾമാരും കൂടി കർത്താവിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രൂശിക്കുന്ന ജനങ്ങൾ എല്ലാവരും കണ്ണോടിക്കുക, വാർത്തയിൽ കൂടെയും ആ സീനിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ശരിക്കും മനസ്സിലായി കാണുമല്ലോ, യേശു ക്രിസ്തു വിളക്കന്നൂർ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ 2 മുഖം കൂടി ചേർത്ത് വെച്ചൊരു പാട്ട് എഴുതാൻ ആ അച്ഛനോട് കഴിയുന്ന ആൾക്കാർക്ക്, എനിക്ക് എൻ്റെ നമ്പറൊന്നും അറിയത്തില്ല, ആരെങ്കിലും പറഞ്ഞ വിളക്കന്നൂർ വെളിപ്പെട്ടത് എന്താണെന്നും എറണാകുളത്തും അങ്കമാലി ഇപ്പം വെളിപ്പെടുന്നത് എന്താണെന്ന് കൂടെ ഒന്ന് ഒരു പാട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അത് അതിൻ്റെ ശരിയും തെറ്റും നിങ്ങൾ വിലയിരുത്തുക, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ വൈദികരുടെ ഒരു 10% ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം, അതിൻ്റെ ഒരു വചനം, അതിൻ്റെ നമ്പർ ഞാൻ ഓർക്കുന്നത്, അതിന് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: 1000 ഇസ്രായേൽ ജനത്തെ അണിനിരത്തിയ നഗരങ്ങളിൽ 100 പേരെ ഞാൻ അവശേഷിപ്പിക്കും. 100 പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരങ്ങളിൽ 10 പേരെ ഞാൻ അവശേഷിപ്പിക്കും. 10 പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരങ്ങളിൽ ഞാൻ ഒരാളെ അവശേഷിപ്പിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ തത്വം വെച്ച്, ഇത് റേഷ്യോ ആണ്, ഒരു ശരാശരിയാണ്, 10 അല്ലെങ്കിൽ 1% എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ മെത്തേഡ് വെച്ച് നമുക്ക് എറണാകുളം അങ്കമാലി രൂപതയെ അളന്നാലും, ഇന്ന് നമ്മൾ അത്ഭുതങ്ങൾ കണ്ട ഇടവകയെ അളന്നാലും, സഭയെ അളന്നാലും, കുടുംബത്തെ അളന്നാലും, വ്യക്തിപരമായിട്ട് എന്നെ അളന്നാലും നിങ്ങളെ അളന്നാലും, ഈ 1% മാത്രമേ സർവശക്തനായ ദൈവം രക്ഷിക്കൂ എന്ന് കർത്താവ് പറയുകയാണ്. എന്നാൽ അത് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം പറഞ്ഞ കാര്യമാണത്. അത് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ഹോസിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചതാണ്. എന്നാൽ അവിടെ നിന്നൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുന്നേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും, രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറന്തള്ളപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും, അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നത് വരെ സത്യമായി നീ അവിടുന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 3-ാം മുദ്രപെടുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അവർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഞാൻ അവർക്ക് കൽപ്പന കൊടുത്തു, അനുവാദം കൊടുത്തു എന്ന് പറയുന്നു. ആ കൽപ്പന കൊടുത്ത, അനുവാദം കൊടുത്ത സംഭവം ഇതാ എറണാകുളം അങ്കമാലി രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്
വളരെ ഗൗരവത്തോടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം, നമ്മൾ വെളിപാടിൽ തന്നെ ഒരു വചനം വന്നിരിക്കുന്ന ആ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുമ്പോൾ കൂടുതൽ അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാകും. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം ഒരു അഭിപ്രായം ഉണ്ടാക്കി പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ ഒരുങ്ങേണ്ടത് പറഞ്ഞ ശേഷം, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 22-14 പലപ്പോഴും പറയാനുള്ള വചനമാണ്, ജീവൻ്റെ വൃക്ഷത്തിലെ വാശം പറഞ്ഞിട്ട്. അതിനുശേഷം പറയുകയാണ്, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹ ആരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഇനി അതിന് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, കപട ഹൃദയർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കാപട്യത്തിൻ്റെ മുഖമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മുഖം നമുക്ക് മനസ്സിലാകണമെങ്കിൽ സുവിശേഷം എടുത്തു വെച്ച് വായിച്ചാൽ മതി. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം സംസാരിച്ച ആ വാക്കുകൾ, അതിൻ്റെ കുത്തും കോമയും വരെ വളരെ വ്യക്തമായി കർത്താവ് പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അത് അന്നത്തെ തുകൽ ഗ്രന്ഥങ്ങളിലോ അന്നത്തെ പാറകളിലോ അന്നത്തെ സംവിധാനങ്ങളിൽ അവർ ഹീബ്രു മൂലത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പരിഭാഷയും പതിപ്പുമാണ് നമ്മുടെ കയ്യിൽ ബുക്കുകളും പുസ്തകങ്ങളുമായിട്ട് പേപ്പറുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങൾ. ആദ്യം എഴുതപ്പെട്ട വചനങ്ങൾ അവർ അന്നത്തെ സംവിധാനങ്ങൾ എന്താണാവോ അത് നമുക്കറിയില്ല. ഒരുപക്ഷെ അറിയാവുന്നവർക്ക് അറിയാം. അന്നത്തെ കാലത്ത് ഭിത്തികളിലോ കല്ലുകളിലോ അന്നത്തെ പേപ്പർ സംവിധാനങ്ങളിലോ ഒക്കെ അവർ എഴുതി വെക്കുകയോ കൊത്തി വെക്കുകയോ ചെയ്തിരുന്നു. അത് അവർ കർത്താവ് നേരിട്ട് സംസാരിച്ചതാണ്. അതിൻ്റെ പരിഭാഷ തന്നെയാണിത്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ യേശുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം വായിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ കർത്താവ് പറയാണ്, എന്താണ്, മന്ത്രവാദികളും നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകങ്ങളും വിഗ്രഹ ആരാധകർ. ആ വിഗ്രഹ ആരാധന എന്ന് പറയുന്നതാണ് ഇന്ന് കാണുന്ന എറണാകുളത്തെ അടി. പ്രിയപ്പെട്ട സഹോദരരെ, കപട ഹൃദയർ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല. അപ്പോൾ സ്വർഗം ഉണ്ടെന്നോ, ദൈവത്തിൻ്റെ അന്ത്യവിധി ഉണ്ടെന്നോ, ക്രിസ്തു വരാറായെന്നോ, യേശുവിൻ്റെ വരെ ഉടനെ ഉണ്ടെന്നോ, അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് പോയെന്നോ വല്ല ബോധവും നമ്മുടെ എറണാകുളത്തോ അങ്കമാലിയിലോ ഉണ്ടോ? പിന്നെ നമ്മൾ ആരെയും ആശ്രയിക്കും? അതുകൊണ്ടാണ് സക്രിയ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്. അതും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഇപ്പോഴത്തെ ഗൗരവം മനസ്സിലാകുന്നത്. അതിപ്രകാരമാണ്. സക്രിയ പുസ്തകം 13-ാം അധ്യായം. അവിടെ കർത്താവ് ഇങ്ങനെ പറയണം, എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ ഉയരുക, ഇടയനെ വെട്ടുക. ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരമുയർത്തും. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശവാസികൾ 3/2 ഭാഗം നശിപ്പിക്കപ്പെടും. ഇത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വചനം ഞാൻ ഈ പശ്ചാത്തലത്തിൽ എടുത്തു വെച്ച് സംസാരിക്കുകയാണ്. 1/3 ഭാഗം ശേഷിക്കും. ഈ 1/1 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്നതുപോലെ മാറ്റി പരിശോധിക്കും. ഹല്ലേലൂയ. സ്വർണം എന്നതുപോലെ മാറ്റി പരിശോധിക്കും, നമ്മെ പരിശോധിക്കും. ഇന്നുള്ള സംവിധാനത്തെ, സഭയാണ് പറയുക, സഭയ്ക്ക് പുറത്തുള്ളവരല്ല പറയുക. ഇവിടെ പ്രത്യേകം ഓർത്തിരിക്കണം, കത്തോലിക്ക സഭയെ, ആ സഭയിലെ എല്ലാ റീത്തുകളെയുമാണ്, അല്ലാതെ RC സഭയെ മാത്രമല്ല. കത്തോലിക്ക സഭയിൽ ക്രിസ്തു വിശ്വസിക്കുന്ന എല്ലാവരും സ്വർണം എന്നതുപോലെ മാറ്റി പരിശോധിക്കും. ഈ മാറ്റി പരിശോധിക്കുന്ന പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങാൻ 2027 ആ മാറ്റി പരിശോധന തുടങ്ങും. കാരണം നമ്മുടെ വിഗ്രഹാരാധന എന്നേക്കുമായിട്ട് ദൈവം അവസാനിക്കും. അതായത് ഞാൻ ഒരിക്കലും മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ജെറുസലേം ദേവാലയത്തിൽ കർത്താവായ യേശു ക്രിസ്തു കണ്ട 4 വിഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു കാള, ആട്, പ്രാവ്, നാണയം. അതിൽ മേശകൾ തട്ടിമറിച്ചു എന്ന് കർത്താവ് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ അമേരിക്കയിലേക്ക് പോകുന്ന മേശകൾ തട്ടിമറിക്കപ്പെട്ടു. വിസ അങ്ങോട്ട് കിട്ടുന്നില്ല, പോകാൻ പറ്റുന്നില്ല. കാനഡയിലെ മേശകൾ പലതും തട്ടിമറിക്കപ്പെട്ടു. ലണ്ടനിലെ പല മേശകളും തട്ടിമറിക്കപ്പെട്ടു. ഇനി തട്ടിമറിച്ച് പല മേശകളും, അത് ഗൾഫ് മേഖലയിലായാലും വിദേശ രാജ്യങ്ങളായാലും സാമ്പത്തിക മേഖലകൾ കർത്താവ് തട്ടിമറിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ വിഗ്രഹാരാധന എന്നേക്കുമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആ സാമ്പത്തിക മേഖലയുടെ വിഗ്രഹം തട്ടിമറിക്കപ്പെടുമ്പോൾ, സമ്പത്ത് നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ, നാം സ്വയം പരിശോധിക്കപ്പെടുമ്പോൾ കർത്താവ് പറയുന്നത്, ഈ 1/3 ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്ന പോലെ ഞാൻ മാറ്റി പരിശോധിക്കും.
പ്രിയപ്പെട്ടവരെ, പണത്തിൻ്റെ ഹുങ്ക്, പണത്തിൻ്റെ അഹങ്കാരം, പണത്തിൻ്റെ ധിക്കാരം, പണമുണ്ടാക്കുവാൻ വേണ്ടി മനുഷ്യൻ ആർജിച്ച ജ്ഞാനം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഫ്രഞ്ച് വിദ്യാഭ്യാസം, ജർമ്മൻ ഭാഷാ വിദ്യാഭ്യാസം, എഞ്ചിനീയറിംഗ് കോളേജുകൾ, വിവിധ വിദ്യാഭ്യാസങ്ങൾ, വിവിധ ടെക്നോളജികൾ, ഇതെല്ലാം പഠിച്ച് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനല്ല, സർവശക്തനായ ദൈവത്തെ കണ്ടെത്തുവാനല്ല നാം ഉപയോഗിച്ചത്. മറിച്ച് തമ്മിലടിക്കാനും തമ്മിൽ പടവെട്ടാനും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എറണാകുളത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക. എന്തുകൊണ്ടാണിത്? നമ്മുടെ കയ്യിൽ പണമുണ്ടായി എന്നുള്ളൊരൊറ്റ കാരണമാണ്. പണം സാത്താനാണ്, സാത്താൻ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തെ കർത്താവ് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടിച്ച് തകർക്കുക തന്നെ ചെയ്യും. അപ്പോൾ നാം പരിശോധിക്കപ്പെടും. വെള്ളി എന്നതുപോലെ, സ്വർണം എന്നതുപോലെ നാം മാറ്റി പരിശോധിക്കും. ഭക്ഷണമില്ലാതെ, ഭവനമില്ലാതെ, ഗ്യാസ് കത്തിക്കാൻ ഗ്യാസില്ലാതെ, കറണ്ടില്ലാതെ, ആഹാരമില്ലാതെ, പണമില്ലാതെ നാം മാറ്റി പരിശോധിക്കപ്പെടുമ്പോൾ അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വചനം. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, വെളിപാട് 3:10. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത്, ആ സമയത്ത് നിങ്ങളെ, സഭയെ ഞാൻ രക്ഷിക്കാം എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല, നിന്നെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിന്നെ എന്ന് പറയുന്നിടത്ത് ഞാൻ എന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടണം. എന്നിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണമേ, ഞാൻ ഇതാ അങ്ങയുടെ കൂടെ നിന്നുകൊള്ളാം. ആ കൂടെയുള്ള നിൽപ്പാണ് ഈ തിരുവചനം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്നൊരു നാശം, പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് നമുക്കൊരു അമ്പും തുമ്പും കിട്ടില്ല, നമുക്കൊരു ഐഡിയ കിട്ടില്ല. നമ്മൾ ഓടി, പെട്ടെന്ന് ലോക്ക്ഡൗൺ വരികയാണ്, പെട്ടെന്നുള്ളൊരു ആഗോള യുദ്ധം വരികയാണ്, പെട്ടെന്നൊരു ഭൂകമ്പം വരികയാണ്, എന്താണ് ചെയ്യേണ്ടത് നമുക്കൊരു നിശ്ചയമുണ്ടാവില്ല. അവിടെ ഓടിയെത്തുന്ന ഒരു വ്യക്തിയുണ്ട്, അതാണ് വെളിപാട് 3:10. നിന്നെ ഞാൻ സംരക്ഷിക്കും, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. കർത്താവിൻ്റെ വചനങ്ങൾ, തിരുവചനങ്ങൾ, അത് എണ്ണി പാലിക്കാനുള്ളതാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ വചനങ്ങൾ എണ്ണി നമ്മൾ പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനുമുള്ളതാണ്. അത് അവിടെ തല്ല് നടന്നാലും, ഇവിടെ തല്ല് നടന്നാലും, അല്ലെങ്കിൽ അവിടെ ഒരാളത് മോശമായി പ്രവർത്തിക്കുന്നുണ്ടായാലും, എന്നിലെ വിശ്വാസവും എന്നിലെ വിശുദ്ധിയും നഷ്ടപ്പെടുത്താനുള്ളതല്ല, അത് വീണ്ടെടുക്കാനുള്ള അവസരമായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ എറണാകുളം അങ്കമാലി രൂപത്തിലെ അടി നമ്മൾ കാണുമ്പോൾ, അവിടെ കിടക്കുന്നുള്ള ഈ ശണ്ട നമ്മൾ കാണുമ്പോൾ, നമ്മുടെ വിശ്വാസം ചോർന്നു പോവുകയല്ല വേണ്ടത്, നമ്മുടെ വിശുദ്ധിക്ക് കുറവ് വരികയല്ല ചെയ്യേണ്ടത്. നാം ഇവിടെ കർത്താവ് യേശു ക്രിസ്തു അടി ഉറക്കുകയാണ് വേണ്ടത്. കാരണം കർത്താവ് പറഞ്ഞ വചനം ഏതാണ്? ആ വചനം കേട്ടുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സക്രിയ പറഞ്ഞ ദിവസം 13:8 ദുർബലക്കെതിരെ ഞാൻ കരമുയർത്തും, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളയെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചെതറട്ടെ. അപ്പോൾ ഇതിനകത്ത് ഈ ആടുകളെ വെട്ടുന്ന സംവിധാനം വന്നിട്ടില്ല. എന്നോട് ചേർന്ന് നിൽക്കുന്ന വാളെ ഉയരുക, എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ വാളെ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചെതറട്ടെ. ആ ആടുകളിപ്പം എറണാകുളത്ത് അങ്കമാലിയിൽ ചിതറിയിട്ടുണ്ട്. പക്ഷേ അത് വെട്ടുകൊണ്ടല്ല, അത് ചില സംഭവ വികാസങ്ങൾ കൊണ്ടാണ്. ഈ വെട്ടുക എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് വെട്ടുക എന്നാണ് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് വാളുപയോഗിച്ചല്ല വെട്ടുന്നത്. അതായത് അന്നത്തെ യുദ്ധ സംവിധാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്. അന്ന് വാളുകൾ ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്തിരുന്ന ആൾക്കാരെ വെട്ടിയാണ് കൊല്ലുന്നതെങ്കിൽ, ഇന്ന് വാളിൻ്റെ സ്ഥാനത്ത് എന്താണ്? തോക്കാണ്, മിസൈലുകളാണ്, യന്ത്രങ്ങളാണ്. അപ്പോൾ ഇതിനർത്ഥം ഇന്നത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇനി വരാനുള്ള ആഗോള യുദ്ധമാണ്. ആഗോള യുദ്ധത്തിലെ അതിൻ്റെ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് കർത്താവ് ഇടയനെ വെട്ടും. അപ്പോൾ ആ വെട്ടുക എന്ന് പറഞ്ഞാൽ മിസൈലിൽ വന്ന് വീഴും. അതായത് നമ്മുടെ റോം, വത്തിക്കാൻ, അതൊക്കെ നമുക്ക് നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അതൊക്കെ പിടിച്ചെടുക്കപ്പെടുകയോ തകർക്കപ്പെടുകയോ നശിപ്പിക്കുക. കർത്താവിനത് വാളെ വരിക, ഇടയനെ വെട്ടുക, അവിടെ വിട്ടു നടക്കും കർത്താവ് പറയണം. അതിൻ്റെ മുന്നോടിയായി നമ്മൾ കാണുകയാണ് നമ്മുടെ സഭയിൽ, ഇടവകയിൽ, കുടുംബങ്ങളിൽ, ലോകത്ത്, സമൂഹത്ത്, രാഷ്ട്രത്തിലെല്ലാം വിവിധങ്ങളായ പ്രശ്നങ്ങൾ. ഇവിടെയെല്ലാം എൻ്റെ വിശ്വാസം ചോർന്നു പോകാതെ, എൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ, എൻ്റെ ദൈവകൃപ ചോർന്നു പോകാതെ, എൻ്റെ ദൈവാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ നഷ്ടപ്പെട്ടു പോകാതെ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് പറന്നു പോകാതെ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെങ്കിൽ ആ കുറവിനെ നികത്തിക്കൊണ്ട് വീണ്ടും ശക്തി പ്രാപിക്കാൻ, കൂടുതൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ ഒരവസരമായി കണ്ടുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓടിക്കോ. ഇതാ അടുത്തെത്തിയിരിക്കുന്നു കർത്താവിന്. ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള പ്രശ്നം രൂക്ഷമായി വരുന്നു. റഷ്യയും ഉക്രൈനുമായിട്ടുള്ള പ്രശ്നങ്ങൾ. അവർ യൂറോപ്പിലേക്ക് തിരിഞ്ഞേക്കാം, തിരിയുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്.
വിശുദ്ധ പൗലോസിന്റെ പുസ്തകങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഉടൻ തന്നെ അവർ യൂറോപ്പിലേക്ക് തിരിയുമെന്നും യൂറോപ്പിനെ ആക്രമിച്ചാൽ അത് ആഗോള യുദ്ധത്തിലേക്ക് പോകുമെന്നൊക്കെ നമ്മൾ, അതുപോലെ തന്നെ മൂന്നാം ലോക മഹായുദ്ധം അടുത്തെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. നമ്മളൊരു മൂന്നാം ലോക മഹായുദ്ധത്തെ ഭാവനയിൽ കാണാൻ വരെ ജനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. യൂറോപ്പിൽ അത് ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ അതിൻ്റെ ശക്തമായ ഒരുക്കം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ മോക്ക് ഡ്രിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ സംവിധാനം ലോകം മുഴുവനും ഒരു ആഗോള യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് പ്രിയപ്പെട്ടത്. അവിടെയാണ് കർത്താവ് പറഞ്ഞ്, വാളെ ഉയരുക, ഇടിയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ, ബാക്കിയുള്ള ദുർബലർക്കെതിരെ ഞാൻ കലമർത്തും. ആരാണ് ദുർബലർ? ആ ദൗർബല്യമാണ് നമ്മളിത് കാണുന്നത്. എറണാകുളത്തും അങ്കമാലിയും നമ്മുടെ ദൗർബല്യമാണ് കാണുന്നത്. വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ, സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ മാതൃക എന്നിലുണ്ടെങ്കിൽ ഞാൻ ദുർബലനല്ല, ഞാൻ ശക്തനാണ്. ആ ശക്തിയാണ് നമുക്ക് വേണ്ടത്. ആ വിശുദ്ധിയുടെ ശക്തി, ആ സഹനത്തിൻ്റെ ശക്തി, ആ സ്നേഹത്തിൻ്റെ ശക്തി. നിസ്സാരം ഒരു കുർബാനയെ ചൊല്ലി, ഒരു വിശുദ്ധ ബലിയെ ചൊല്ലി ഇത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുവാൻ മാത്രം നമ്മുടെ ജ്ഞാനം ചോർന്നു പോയെങ്കിൽ, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയെങ്കിൽ, നമ്മുടെ അറിവ് ഇല്ലാതെ പോയെങ്കിൽ, നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെട്ട് ഇല്ലാതെയായെങ്കിൽ, പിന്നെ ഇത്രയും കാലം നമ്മൾ കാത്തു സൂക്ഷിച്ചതും, ഇത്രയും കാലം നമ്മൾ പ്രാർത്ഥിച്ചതും, ഇത്രയും കാലം ക്രിസ്ത്യാനിയാണ്, മെത്രാനാണ്, കർദിനാളാണെന്ന് പറഞ്ഞ് അച്ഛനാണ്, വിശ്വാസിയാണെന്ന് നമ്മൾ ജീവിച്ചതും എന്തിനു വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവരെ? ചിന്തിക്കേണ്ട സമയമാണിത്. കാരണം ഇനി ആടുകൾ ചിതറുകയും നമ്മൾ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ സഹായിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് 10 കിലോ അരി മേടിച്ചുകൊണ്ട് വരാൻ ആരും ഉണ്ടാവുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ വരുന്നൊരു വ്യക്തിയുണ്ട്. നമ്മുടെ ഭവനത്തിൽ ഒന്നുമില്ലായ്മ വന്നാൽ, ശൂന്യത വന്നാൽ, സമ്പത്തില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ അരിയില്ലാതെ വന്നാൽ, ഭക്ഷണമില്ലാതെ വന്നാൽ, വെള്ളമില്ലാതെ വന്നാൽ, അവിടെ ഓടി വെക്കുന്ന ഒരു കർത്താവായി യേശുണ്ട്. അത് വെളിപ്പുറത്ത് വരും കർത്താവ്. നമ്മൾ വിചാരിക്കുമോ എവിടെ യേശുവിനെ കാണാനില്ല, യേശുവിനെ നീ ഇങ്ങോട്ട് വരണേ പറഞ്ഞാൽ ഓടി ഇങ്ങോട്ട് വരുന്ന ആളാണോ ദൈവം നമ്മൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു. പക്ഷേ സത്യം ഇതാണ്, അവിടെ വിളിക്കുന്ന വിളിയിൽ ഏത് വിളി, എന്താവശ്യത്തിന് വേണ്ടി വിളിക്കുന്നു? കർത്താവേ, എനിക്ക് വീട്ടിൽ ഭക്ഷണമില്ല, ഞാൻ ഭക്ഷണമില്ലാതെ കിടന്നിട്ട് ഇപ്പോൾ 5 ദിവസമായി 6 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഇന്നലെ നാളെ മരിക്കും, എൻ്റെ ഈശോയെ ഒന്ന് കടന്നു വരണമെന്ന് പറയുമ്പോൾ അവിടെ ഭക്ഷണം നമ്മുടെ മുമ്പിൽ വരുന്ന അത്ഭുതം നമ്മൾ കണ്ടുകൊണ്ട് വേണം. കാരണം കർത്താവ് പറയാണ്, എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. അവിടെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ട് ആ വാഗ്ദാനം ഇല്ലാതിരിക്കാൻ പറ്റുമോ? സകല ഉപവാസിനെ പരിശോധിക്കുന്ന സമയത്ത് നിന്നെ സംരക്ഷിക്കും, നിന്നെ രക്ഷിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ട് ഞാൻ ഭക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ, അല്ല മരുന്നില്ലാത്ത അവസ്ഥയിൽ എൻ്റെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കർത്താവെ കരുണയായിരിക്കണമെന്ന് നിലവിളിക്കുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ, വേദനിക്കുന്ന ആ വ്യക്തിയുടെ മുമ്പിൽ ഹൃദയപൂർവ്വം വിളിച്ചാൽ, ആത്മാർത്ഥമായിട്ട് ചങ്കുപൊട്ടി വിളിച്ചാൽ, എൻ്റെ ഈശോ എന്ന് വിളിച്ചാൽ, ആ വിളിപ്പുറത്തെത്തുന്ന ഒരേ ഒരു വ്യക്തിയാണ് സർവശക്തനായ യേശു ക്രിസ്തു. നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ? തീരുമാനിച്ചുകൊള്ളുക. കാരണം രണ്ടിലൊന്ന് തീരുമാനിക്കേണ്ട സമയം ആസന്നമായി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കം ഒരിടത്തും നടക്കുന്നില്ല. സഭയിൽ അങ്ങനെ ഒരു സംഭവമില്ല. യേശുവിൻ്റെ വരവെന്ന് പറയുന്ന സംഭവമില്ല. അത് ചിന്തിക്കുക വേണ്ട. പിന്നെ സ്വർഗ്ഗനരകം അത് അത്ര കൂടി ഇല്ല. പിന്നെ അന്ത്യവിധി അതുമില്ല. കാരണം ഇപ്പോൾ കാണുന്ന സംഭവം എല്ലാം ഇല്ലാത്ത രീതിയിലാണല്ലോ കാണുന്നത്. പിന്നെ ആര് വരാൻ? അവർ കാണിച്ചു തന്ന യേശു നമുക്ക് വരാൻ നമ്മുടെ അടുത്തിൽ. പിന്നെ നമ്മൾ ഏത് യേശുവിനെ വിശ്വസിക്കേണ്ടത്? അല്ലേ, നമ്മുടെ ഏത് യേശുവിനെ വിശ്വസിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ യേശുവിൽ വിശ്വസിച്ചിട്ട് എന്ത് കാര്യം? ഇങ്ങനെയാണെങ്കിൽ ഏത് സ്വർഗം, ഏത് നരകം? ഒരു കുർബാനയെ ചൊല്ലി ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം ബഹളവും പ്രശ്നങ്ങളും സഭയിൽ, ലോകം മുഴുവൻ നാണം കെട്ട് കത്തോലിക്ക സഭയുടെ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ട് പ്രബോധനപരവും പ്രവാചകപരവും ഒക്കെയുള്ള നമ്മുടെ സഭയിലെ വൈദികരും വചനപോഷകരും ക്രിസ്ത്യാനികളും ഇത്രമാത്രം മ്ലേച്ഛത, ഇത്രമാത്രം മലിനമാക്കപ്പെട്ട, ഇത്രമാത്രം ലജ്ജാകരമായ പ്രശ്നം ഉണ്ടാക്കുകയും അത് ലോകം മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഇവരുടെയൊക്കെ വിശ്വാസനെയും വിശുദ്ധിയുടെയും അളവ് ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് ചിന്തി. പിന്നെ വിളക്കന്നൂർ ഇടവകയിൽ അത് കണ്ടു ഇതുകൊണ്ടെന്ന് പ്രകാശിച്ചിട്ട് കണ്ടിട്ട് എന്ത് കാര്യം? കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് ഫോൺ വിളിച്ചേ ചോദിച്ചു അദ്ദേഹം ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ബ്രദറെ, ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇത്രമാത്രം വിശ്വാസമുണ്ട്, വിശുദ്ധിയുണ്ട്, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, കുർബാനയുണ്ട്, ധ്യാനമുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. അപ്പം നമുക്കറിയാം കർത്താവായ ദൈവത്തിൻ്റെ ആ ശക്തിയും ഈശോയിൽ നമ്മൾ വിശ്വസിക്കുക ഒക്കെ അറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ആഫ്രിക്ക പോലത്തെ രാഷ്ട്രങ്ങൾ, ഇപ്പം ബൊക്കോറാം തീവ്രവാദികൾ ആഫ്രിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ അനേകം ക്രിസ്ത്യാനികളെ കൊല്ലുക, മനുഷ്യൻ്റെ മാംസം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന എന്നൊക്കെ പറയുന്നൊരവസ്ഥ ആ മഞ്ഞാങ്കളച്ചനൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളറിയാം അത്രമാത്രം മനുഷ്യനെ പിടിച്ചുകൊണ്ട് കൊല്ലുന്ന, അത്ര ഭീകരമായ പൈശാചി ക്രിസ്ത്യാനികളെ കൊല്ലുന്ന സംവിധാനം ലോകത്ത് നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് കർത്താവ് അവരുടെ മുമ്പിൽ ഒരു
ഞാൻ ഈ തിരുവോസ്തിലുണ്ട്, ഇവിടുത്തെ കുർബാന ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവ് വെളിപ്പെടുന്നില്ല എന്നും ഇവിടെ നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ഇത്ര ആവശ്യമുണ്ടോ? നമ്മളിതൊക്കെ കണ്ടു കേട്ടിരിക്കുന്നതല്ലേ? നമ്മൾ ധാരാളം ദിവ്യകാരണ അത്ഭുതം കണ്ടിട്ടുള്ളതല്ലേ? അപ്പം നമ്മുടെ ഇടയിലാണോ കർത്താവ് പ്രവർത്തിക്കുന്നത്, ആഫ്രിക്കയിലാണോ എന്നൊരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും ഒന്ന് കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത മറുപടി പ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, ബൊക്കോറാൻ തീവ്രവാദികളുടെ ഭീഷണി, അവരുടെ ഭവനം അഗ്നിക്കിരയാവുന്നു, കുടുംബത്തിലുള്ളവരെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവിടെ മനുഷ്യനെ കൊല്ലുന്നു, ഭവനങ്ങൾ അഗ്നിക്കിരയാക്കുന്നു, ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അവിടെ ഭവനഭേദനം നടത്തുന്നു. അങ്ങനെ അവർ മരണത്തെ തൊട്ടു മുമ്പിൽ കാണുമ്പോൾ, മരണമെന്ന സത്യം മുൻപിൽ വന്നു നിൽക്കുമ്പോൾ അവരുടെ അടയാളമല്ല അന്വേഷിക്കുന്നത്, കർത്താവിൻ്റെ മുഖം തിരുവോസ്തിലുണ്ടോ, എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടോ എന്നല്ല ചിന്തിക്കുന്നത്. അവർ ഹൃദയം തുറന്ന് കർത്താവായ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിക്കുമ്പോൾ അവർക്ക് അത്ഭുതത്തിൻ്റെയും അടയാളത്തിൻ്റെയും ആവശ്യമില്ല. അവർക്കല്ല അത്ഭുതങ്ങളും അടയാളം ആവശ്യമുള്ളത്. അവർ വിളിക്കുകയും വിളിപ്പുറത്ത് കർത്താവെത്തി അവരെ രക്ഷിക്കുകയും അവരെ നിത്യജീവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ അവിശ്വാസികളും കപടഹൃദയരും കാപിട്ട് ഹൃദയരും മുഖം മൂടി വെച്ചവരും വിഗ്രഹാരാധകരും സമ്പത്തിൻ്റെ പുറകെ ഓടുന്നവരും ധിക്കാരികളും ഗർവിഷ്ഠരുമായ ഈ എറണാകുളം അങ്കമാലി രൂപത്തിൽ നമ്മുടെ സഭയിലെ വൈദികരും മെത്രാന്മാരും കർദിനാന്മാരും കൂടി കൂടി ഇത്തരം വേഷം കെട്ട് കാണിക്കുമ്പോൾ അവിടെ കർത്താവ് പറയാണ്, ഇതാ അവരെന്നെ വീണ്ടും ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേ, അല്ലാണ്ട് എന്നെ രക്ഷിച്ചിരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം പ്രിയപ്പെട്ടവരെ. കാരണം യുഗം അതിൻ്റെ അന്ത്യത്തിൽ, കാലം അതിൻ്റെ അവസാനത്തിൽ, ഏതാനും ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ ലോകം ആഗോള യുദ്ധത്തിലേക്ക് എടുത്തു ചാടപ്പെടും. അപ്പോൾ ഈ സംവിധാനങ്ങൾ എല്ലാം ഇല്ലാതെയാവും, എല്ലാം ചെതറിയോടും. കർത്താവുണ്ട്, വാളെ എന്നോട് ചേർന്ന് നിൽക്കുന്നതിനെതിരെ വാളെ വെട്ടുക, വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ. കർത്താവ് തന്നെ ചിതറിക്കുന്നത്. കാരണം വെച്ചാൽ വിശുദ്ധിയുടെ ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ വരവൊന്നും ഇവരിലില്ല. നമ്മളൊക്കെ പണ്ട് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ സത്യങ്ങളാണ്. പക്ഷേ ഇവരൊക്കെയാണ് കപടഹൃദയർ, കാവടിയർ. അതുകൊണ്ട് കർത്താവാണ് കപടഹൃദയർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് കർത്താവ്. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവായിട്ട് വരുന്ന നമ്മൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതേ ഉള്ളൂ. ഇനി ആരും നിങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ക്രിസ്ത്യാനികളെ പൊന്തിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ആരും വരില്ല. ആരും നിങ്ങളുടെ കൂടെ. ഇപ്പോൾ ചെറിയ സംവിധാനമുണ്ട്, നമുക്ക് അത്യാവശ്യം ധ്യാനത്തിന് ഓടാനോ അത്യാവശ്യം പള്ളിയിലേക്ക് ഓടാനോ കുമ്പസാര കുർബാനയൊക്കെ ആയിട്ട് ചെറിയ സമയം, ചുരുങ്ങിയ സമയങ്ങളുണ്ട്. ഇതങ്ങ് നിന്നു പോകുന്നൊരു സമയം അടുത്ത മുമ്പിൽ വരികയാണ്. അപ്പോൾ നമ്മളോട് സംസാരിക്കാൻ ആളുണ്ടാവില്ല. നമ്മുടെ യൂട്യൂബ് സംവിധാനങ്ങൾ വരെ നിന്നു പോകുന്ന സാഹചര്യം വന്നേക്കാം. അപ്പോൾ നമ്മളുടെ വചനം കേൾക്കാൻ ആഗ്രഹിച്ചേക്കാം. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ആര് പറയും? എനിക്കൊന്ന് സംസാരിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്കൊരു ഉപദേശം തരാൻ ആരുമില്ലെന്ന് പറയും. അതുകൊണ്ടാണ് ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-12 തീയതി പറയുന്നത്, കർത്താവ് പറയുന്നത് വചനം കൊണ്ട് ഓർത്തു വെക്കണം. ഏതാണ്? അന്ന് സുന്ദരികളായ യുവാക്കന്മാരും യുവതിനും കടവരെ കർത്താവിൻ്റെ വചനം തേടി വരുമെങ്കിലും അവർ കണ്ടെത്തുകയില്ല. ആ വചനം നമ്മൾ ഓർത്തു വെക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കുള്ള എല്ലാ മ്ലേച്ഛ സ്വഭാവങ്ങൾ, എന്തെങ്കിലും അശുദ്ധമായ സംഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ, എന്തെല്ലാം മോശമായിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ, എന്തെല്ലാം വലിച്ചെറിയേണ്ടതായിട്ടുണ്ടോ, അതെല്ലാം വലിച്ചെറിഞ്ഞോളൂ, ഉപേക്ഷിച്ചോളാം. യേശുവിൻ്റെ നാമത്തിൽ യേശുവിന് വേണ്ടി ജീവിച്ചോളാം. ക്രിസ്തുവേ എന്നോർത്ത്, യേശുവെ എന്നോർത്ത് നമ്മൾ ജീവിക്കേണ്ട സമയമാണിത്. കാരണം നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടാതെ, വിശ്വാസം നഷ്ടപ്പെടാതെ, നമ്മുടെ ആത്മീയ കൃപ നഷ്ടപ്പെടാതെ, പരിശുദ്ധമായ ശക്തി നഷ്ടപ്പെടാതെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ കഥ പറയുന്നുണ്ട്, നിൻ്റെ കിരീടം കവർന്നെടുക്കാതിരിക്കാൻ നീ സൂക്ഷിച്ചുകൊള്ളുക. സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ നമ്മുടെ കിരീടം കവർന്നെടുത്തുകൊണ്ട് പോകും. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അതിക്രമിച്ച് കയറി വന്ന് എടുത്തുകൊണ്ട് പോകും. നമ്മുടെ വിശ്വാസത്തെ, വിശുദ്ധിയെ, ജ്ഞാനത്തെ, വിവേകത്തെ, പരിശുദ്ധമായ ശക്തിയെ എടുത്തുകൊണ്ട് പോകും. നമ്മൾ അറിയല നമ്മളിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആത്മജ്ഞാനം, വിശ്വാസം, വിശുദ്ധി നഷ്ടപ്പെടുന്നത്. കാരണം അത്ര സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങേണ്ട, ചുവട് വെക്കേണ്ട കാലഘട്ടങ്ങളാണ്. കാരണം സഭയിലെ തകർച്ച, കുടുംബങ്ങളിൽ തകർച്ച, വിശ്വാസ തകർച്ച, വിശുദ്ധിയുടെ നഷ്ടം, അമിതമായ സാമ്പത്തിക ലാഭങ്ങൾ, അമിതമായ ആസക്തികൾ, ഇതെല്ലാം ലോകത്ത് കുമിഞ്ഞുകൂടുമ്പോൾ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകം നമുക്ക് ചതിയുടെയും കെണിയുടെയും സെൻറ്ററുകളായിട്ട് മാറും. അതെല്ലാം പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയുള്ളവരാകാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ നമ്മൾ ശേഖരിച്ചു വെക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിവേകം, ജ്ഞാനം, ശക്തി, സന്തോഷം, സമാധാനം അതെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും അതിൽ വ്യാപൃതരാകുകയും ചെയ്യണം. ഈ ലോകത്തോടുള്ള തീക്ഷ്ണത പരമാവധി, ഈ ലോകത്തോടുള്ള സംവിധാനം, ലോകത്തോടുള്ള ആസക്തി, ലോകത്തോടുള്ള താല്പര്യം പരമാവധി ഒഴിവാക്കി പിടിക്കുക.
അത്യാവശ്യം ഭക്ഷണത്തിനും അതോടനുബന്ധിച്ചുള്ള ആവശ്യങ്ങൾക്കായിട്ട് മാത്രം അല്പം സാമ്പത്തിക മേഖലയിൽ പോവുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ സുവിശേഷവും യേശുവിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുക. അതിലെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.